ഗൈസ് അതിസാഹസികമായ യാത്ര തന്നെയാണ്, പ്രതീക്ഷിച്ച പോലെയല്ല. കളന്ന് ഇതിനൊരു ഗുഹ പോലത്തെ സ്ഥലത്തോട്ടാണ് നമ്മളിനി പോകാൻ പോകുന്നത്. ഹലോ ഗൈസ്, വെൽക്കം ബാക്ക് ടു JP വ്ലോഗ്സ്. കുറേ നാളുകൾക്ക് ശേഷം പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്ന് ഞാൻ വന്നിട്ടുള്ളത് കണ്ണൂർ ആലക്കോടുള്ള റിവർ സ്റ്റോൺ വാലി എന്ന് പറയുന്ന ഒരു റിസോർട്ടിലാണ്. ഇവിടെ നമ്മളൊരു ചെറിയൊരു കസിൻസ് ഗ്യാതറിങ്ങിന് വേണ്ടിയിട്ടാണ് വന്നിട്ടുള്ളത്. കണ്ണൂർ ടൗണിൽ നിന്ന് ഏകദേശം ഒരു 2 മണിക്കൂർ ഡ്രൈവ് ആയിരുന്നു കേട്ടോ. വരുന്ന വഴിക്ക് നല്ല മഴയുണ്ടായിരുന്നു. അപ്പോൾ മൊത്തം ട്രിപ്പ് കുളമായി പോകുമെന്ന് വിചാരിച്ചു. കാരണം ഈ ഒരു റിസോർട്ടിൻ്റെ പേര് സൂചിപ്പിക്കുന്ന പോലെ തന്നെ റിവർ സ്റ്റോൺ വാലി റിസോർട്ട് അല്ലേ. അപ്പോൾ ഇതിൻ്റെ പേര് സൂചിപ്പിക്കുന്ന പോലെ തന്നെ ഈ റിസോർട്ടിലെ ഏറ്റവും വലിയ പ്രത്യേകത എന്ന് പറയുന്നത് ഇത് ഫേസ് ചെയ്തിട്ടുള്ളൊരു നദിയാണ്. അപ്പോൾ ഇവിടുത്തെ മെയിൻ ആക്ടിവിറ്റീസ് എന്ന് പറയുന്നത് ഈ നദിയിലിറങ്ങി കുളിക്കുക, പിന്നെ നദിയുടെ സൈഡിലോട്ടുള്ള ട്രക്കിങ്, ഇതൊക്കെയാണ്. ഭാഗ്യത്തിന് മഴയൊക്കെ നിന്നു. അപ്പോൾ ഈ പറഞ്ഞ പരിപാടികളൊക്കെ നമുക്ക് ഏറ്റവും ബെസ്റ്റായിട്ട് ചെയ്യാൻ പറ്റുമെന്നാണ് വിചാരിക്കുന്നത്. നമുക്ക് കിട്ടിയിട്ടുള്ള റൂം എന്ന് പറയുന്നത് ഏറ്റവും ബെസ്റ്റ് വ്യൂ ഉള്ള റൂമാണ് കേട്ടോ. ഞാൻ നേരത്തെ പറഞ്ഞ ആ നദി ഫേസ് ചെയ്തിട്ടുള്ള റൂം തന്നെയാണ് നമുക്ക് കിട്ടിയിട്ടുള്ളത്. അപ്പോൾ ഇതുപോലത്തെ 4 കോട്ടേജസ് ആണ് ആക്ച്വലി ഇവിടെ ഉള്ളത്. ഇതാണ് നമ്മൾ താമസിക്കാൻ പോകുന്ന റൂം. നമ്മൾ മൊത്തം 14 പേരുണ്ട്. അപ്പോൾ അതിലുള്ള ഗേൾസ് മൊത്തം ഈ ഒരു റൂമിലും പിന്നെ ജെൻസ് മൊത്തം മറ്റൊരു റൂമിലേക്കുമാണ് നമ്മൾ പ്ലാൻ ചെയ്തിട്ടുള്ളത്. ഈ ഒരു റിസോർട്ടിൻ്റെ ഉള്ളിൽ കയറിയപ്പോഴത്തേക്കും ഭയങ്കര ഒരു ഫീലാണ് കേട്ടോ. കാരണം എന്ന് വെച്ചാൽ ഒന്നാമത് നല്ല തണുത്ത വെതറാണ്, പിന്നെ ഭയങ്കര ശാന്തമായിട്ടുള്ളൊരു അന്തരീക്ഷമാണ്. ആകെ കൂടെ കേൾക്കുന്നൊരു ശബ്ദം എന്ന് പറയുന്നത് ഇതാ ഈ ഒരു പുഴ ഒഴുകുന്ന ഈ ഒരു ശബ്ദമാണ്. 2 മണിക്കായിരുന്നു ചെക്ക് ഇൻ, പക്ഷെ നമ്മൾ എത്തിയപ്പോഴത്തേക്കും 4 മണിയായി. അപ്പോൾ അതുകൊണ്ട് തന്നെ അധികം സമയം വൈകിപ്പിക്കാതെ തന്നെ നമുക്ക് വെള്ളത്തിലോട്ടൊക്കെ ഇറങ്ങണം. കാരണം നല്ല ഒഴുക്കായി കഴിഞ്ഞാൽ പിന്നെ നമുക്ക് വെള്ളത്തിലോട്ട് ഇറങ്ങാൻ പറ്റില്ല. പക്ഷെ അപ്പോഴത്തേക്ക് ഇവർ ചായയും പഴംപൊരിയൊക്കെ റെഡിയാക്കി വെച്ചിട്ടുണ്ടായിരുന്നു. അപ്പോൾ അതും കഴിച്ചിട്ട് നമ്മളിതാ വെള്ളത്തിലോട്ടേക്ക് ഇറങ്ങാൻ പോവാണ്. ഫോൺ എടുക്കണ്ടേനും പറഞ്ഞോളല്ലേ. Hello guys! Hey! Hi guys! Hi! Sorry. വെള്ളം വരുന്നുണ്ടേ, വെള്ളം ഇല്ലൊക്കെ വരുന്നുണ്ട്. നമ്മള് വെള്ളത്തിൽ നിന്ന് കയറി കേട്ടോ. അടിപൊളി എക്സ്പീരിയൻസ് ആയിരുന്നു. നല്ല തണുത്ത വെള്ളം, വേറെ ലെവൽ എക്സ്പീരിയൻസ്. നമ്മളെ കണ്ണൂർ തന്നെ ഇത്രയും അടുത്ത് ഇങ്ങനൊരു സ്ഥലം ഉണ്ടായിട്ട് ഇപ്പോൾ ആദ്യമായിട്ടാണ് നമ്മൾ കാണുന്നത്. എന്തായാലും അടിപൊളിയായിട്ടുണ്ട്. അപ്പോൾ നമ്മൾ ഡിന്നർ കഴിഞ്ഞിട്ട് ഇവിടെ പുറത്തേക്ക് ഇറങ്ങിയതാണ്. ഇവിടെ ഡിന്നർ ഓപ്ഷൻ ഇല്ല. നമ്മൾ ഇവരോട് പറഞ്ഞു കഴിഞ്ഞാൽ അവർ പോയി വാങ്ങിക്കൊണ്ട് തരും, അല്ലെങ്കിൽ നമ്മൾ തന്നെ പോയി വാങ്ങും. ഇപ്പോൾ നമ്മൾ പോയിട്ട് വാങ്ങുക ചെയ്ത് രാജധാനി എന്ന് പറഞ്ഞ റെസ്റ്റോറൻറ്റിൽ വാങ്ങി അടിപൊളി ഫുഡായിരുന്നു. പിന്നെ അത് കഴിഞ്ഞിട്ട് ഇപ്പോൾ നമ്മളിവിടെ പുറത്തേക്ക് ഇറങ്ങിയതാണ്. ഈ സ്ഥലത്തിനെ കുറിച്ച് ഒന്നും പറയാനോ, നല്ല വൈബ് സ്ഥലമാണ്. ഇപ്പോൾ ഇതാ ഇവിടെ നിങ്ങൾക്ക് ഈ വെള്ളം ഒഴുകുന്ന ശബ്ദം കേൾക്കാൻ വേണ്ടി പറ്റും. നമ്മൾ കുറേ നേരത്തെ വെള്ളത്തിൽ തന്നെ ഭയങ്കരമായിട്ട് എൻജോയ് ചെയ്ത് എല്ലാവർക്കും ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെട്ടല്ലേ. I'm drifting away, but I know you're not the type to stay. When out with your friends, it's a
നമ്മൾ അടുത്തതായിട്ട് എല്ലാവരും ഇന്ന് പാട്ട് പാടാൻ വേണ്ടി പോവാണ്. ഒരു കട്ടൻ ചായ ആക്കാൻ വേണ്ടി ഈ അടുക്കള നമുക്ക് ഫ്രീ ആയിട്ട് തന്നിട്ടുണ്ട്. അപ്പോൾ ഒരു കട്ടൻ ചായ ആക്കാൻ വേണ്ടിയിട്ടുള്ള പണ്ട് പാടവരമ്പത്തിലൂടെ ഒരു ഓലക്കൂടയും എടുത്ത് ചെറുഞാറ് നടന്നൊരു കാല തന്ന് ഓടി നടന്നൊരു പെണ്ണെ കയ്യിൽ കരിവളയിട്ട് കണ്ണിൽ കൺമഷി കൊണ്ടു വരച്ച് പിന്നെ വാമുടിയൊക്കെ വിരിച്ച് നല്ല ചേലുള്ള പാവാടയിട്ട് Hello guys, we are going to start truth or dare. Okay, first ഇവരോടാണ്. ഞാൻ ചോദിക്കാം. അബിന്റെ തൃശ്ശൂരുള്ള ലൈനിന്റെ പേര്. എനിക്ക് എങ്ങനെ അറിയാം? തൃശ്ശൂരുള്ള ലൈനിന്റെ പേര്. അബിക്ക് ലൈൻ ഉണ്ടോന്ന് ചോദിച്ചാൽ ഓൻ ഇല്ലാന്ന് പറഞ്ഞു. അപ്പൊ തൃശ്ശൂരുള്ള ലൈനിന്റെ പേര് എന്ന് വെച്ചാൽ എന്തായാലും എനിക്ക് തൃശ്ശൂരിൽ ഹലോ ഗായ്സ്, ഹായ് ബേബി. നിങ്ങൾ അവിടെ എന്താണ്? അഡ്വഞ്ചറസ് ഇഷ്ടപ്പെടുന്ന ഞങ്ങൾ കുറച്ചുപേര് ഈ ഒരു ഏറുമാടത്തിലോട്ട് കയറിയിട്ടുണ്ടായിരുന്നു കേട്ടോ. പക്ഷേ ആക്ച്വലി ഇതിൽ കയറാതെ മാറി നിന്ന ആളുകളാണ് ശരിയായിട്ടുള്ള തീരുമാനം എടുത്ത ആൾക്കാർ. കാരണം ഇത് അത്രയൊരു സേഫായിട്ട് എനിക്ക് തോന്നിയിട്ടില്ല കേട്ടോ. ഈ ഒരു മുള കെട്ടിയിട്ടുള്ള കയറൊക്കെ അവിടെ ഇവിടെയൊക്കെ പൊട്ടിയിട്ടുണ്ടായിരുന്നു. അപ്പോൾ നിങ്ങളിങ്ങോട്ട് വരികയാണെങ്കിൽ എല്ലാ സുരക്ഷയും ഉറപ്പുവരുത്തിയിട്ട് മാത്രം ഈ ഒരു ആക്ടിവിറ്റി ട്രൈ ചെയ്താൽ മതി. ഗൈസ്, നമ്മൾ അടുത്തത് വെള്ളച്ചാട്ടം കാണാൻ പോവാണ്. ഇത് ഗൈഡിനെ കിട്ടില്ല. ഇങ്ങനെയെല്ലാം ചോദിച്ച് മനസ്സിലാക്കി വരിക്കല. ഇന്നലെ നമ്മൾ വന്ന സമയത്ത് കുറച്ചും കൂടി വെള്ളം ഉണ്ടായിരുന്നു. ഇപ്പം കുറച്ച് വെള്ളമെല്ലാം കുറഞ്ഞു. കുറെ പാറൊന്നും ഇന്നലെ കാണുന്നുണ്ടായിട്ടില്ല. അവിടെ വേറെ ആൾക്കാർ വന്നിട്ടുണ്ട്. നമ്മൾ എത്ര ദിവസമായി വീട്ടിൽ നിന്ന് ഇറങ്ങിയിട്ട്? ഞങ്ങൾ 3 ദിവസമായി വീട്ടിൽ നിന്ന് പുറപ്പെട്ടിട്ട്. ഇപ്പൊ ഈ കാട്ടിൽ നിന്ന് കിട്ടിയ പഴവർഗ്ഗങ്ങൾ മാത്രമാണ് ഈ കുട്ടി ഇതുവരെയായിട്ട് കഴിച്ചിട്ടുള്ളത്. അല്ല ഈ കാണിച്ചു കൊടുത്തതായ കണ്ടോ, പല്ല് വെച്ചിട്ട് 3-4 ദിവസമായി. ആ കുട്ടിയുടെ അമ്മയാണത്. അനന്ത് ഒരു കാട്ടുപന്നിയെ സ്പോട്ട് ചെയ്തിട്ടുണ്ട്. കുറെ പോത്തുകളും കുറെ കുതിരകളും കുറെ മൂരികളും എല്ലാരും ഒന്നിച്ച് കാട്ടിലേക്ക് ഒരു യാത്ര. ഇതാ JP വ്ളോഗ്സ് ഇവിടെ ഉണ്ട്. Guys, JP Vlogs is trying to jump through the para, but she's suffering. This is amazingly called as trekking with cousins. Come on, Gina, you can. Come on. ഭയങ്കര സാഹസികമാണ്. വിചാരിക്കുന്ന പോലെയല്ല. ഇത് റെക്കോർഡിംഗ് അല്ലേ? Yes, this Chinnu from Kaniltara.
ചാടിക്കോ, ഒന്നും നോക്കണ്ട. ക്യാമറമാൻ ഒന്നിച്ച് ചാടാം. ആ കല്ലിൽ പറഞ്ഞാൽ മതി. ഇനി ഒറ്റയ്ക്ക് തന്നെ വരാൻ പറ്റുന്നുണ്ട്. ഇടയ്ക്കൊന്ന് കല്ല് പിടിച്ചാൽ മതി. കല്ല് പിടിച്ചിട്ടാണ് താഴെ ഇറങ്ങി. കല്ല് പിടിച്ചിട്ട് എന്നിട്ട് ഇവിടുന്ന് മെല്ലെ പിടിച്ചിട്ട് കയറി. ഓക്കെ, ഇതുവരെ ഇങ്ങനെ കൊണ്ടുവരും. ഈ കല്ല് ഇറങ്ങുന്നതാണ്. ഏട്ടല്ല, മത്തി. Guys, I think there is something. ഞാൻ നിന്നോട് മലയാളത്തിലല്ലേ പറഞ്ഞത്. മലയാളത്തിൽ പറഞ്ഞിട്ട് മനസ്സിലാവാത്ത ചിന്നു. എങ്ങനെ താഴോട്ട് ഇറങ്ങാന്ന് വെച്ചാൽ താഴോട്ടേക്ക് ഇറങ്ങുക, അത്രേ ഉള്ളൂ. നമ്മൾ വേറെ റൂട്ട് സ്വീകരിക്കാൻ പോവുകയാണ് ഗൈസ്. ദിസ് ഈസ് ദാറ്റ് റൂട്ട്. ഐ തിങ്ക് ദിസ് റൂട്ട് ഈസ് സോ വെറ്റ്. നോട്ട് വെറ്റ്, സോ ഡ്രൈ. Yeah, this is that place, guys. ദുർഘടം പിടിച്ച വഴി ശബരിമലയിൽ പോലും ഇല്ല ഇത്ര ദുർഘടം പിടിച്ച വഴികൾ. അത് ജാമ്പക്കയാണ് ഗൈസ്. ഗൈസ്, വി സ്പോട്ടഡ് ജാമ്പക്ക. കാട്ടുമൂരിയോ? ഗൈസ്, നമ്മള് ഈ അഡ്വഞ്ചറസ് യാത്രയ്ക്ക് ശേഷം നമ്മൾ എത്തിയിട്ടുള്ള സ്പോട്ടാണ് ഇത്. ഇതെന്ന് വെച്ച് കഴിഞ്ഞാല് ഇവർ പറഞ്ഞത് ഇവിടെ 2 പുഴയും കൂടി ഒന്നിക്കുന്ന സ്ഥലമാണെന്നാ പറഞ്ഞത്. അപ്പൊ ഇവിടുത്തെ കല്ലുകൾക്കെല്ലാം പ്രത്യേക ഷേപ്പാണ് അവർ പറഞ്ഞത്. ഇനി നമുക്ക് വീണ്ടും യാത്ര തുടരണം. ഗൈസ്, നമ്മൾ അഡ്വഞ്ചറസ് യാത്ര ഇനിയും അവസാനിക്കുന്നില്ല. വീണ്ടും ഈ കുന്ന് കയറണം. ഇതാ ഇനിയും പോണോ ഗൈസ്? അതിസാഹസികമായ യാത്ര തന്നെയാണ്, പ്രതീക്ഷിച്ച പോലെയല്ല. തളർന്ന് ഇതിനി ഒരു ഗുഹ പോലത്തെ സ്ഥലത്തൊക്കെയാണ് നമ്മളിങ്ങനെ പോകാൻ പോകുന്നത്. കഫാകുമ്പോൾ ഞാൻ തരാം. ആ ഗൈസ്, നമ്മൾ അങ്ങനെ അഡ്വഞ്ചറസ് ട്രക്കിംഗ് കഴിഞ്ഞിട്ട് തിരിച്ച് ജീവനോടെ എത്തിയിരിക്കുകയാണ്. നമുക്ക് എല്ലാവരോടും എങ്ങനെയുണ്ടായിരുന്ന എക്സ്പീരിയൻസ് എന്ന് ചോദിക്കാം. ഗൈസ്, എങ്ങനെയുണ്ടായിരുന്ന എക്സ്പീരിയൻസ്? Oh my god, amazing, amazing. നിങ്ങൾ എത്ര സോളോ ഫോട്ടോസ് എടുത്ത്? അതിലൊന്നും കൗണ്ടില്ല കേട്ടോ. അയ്യോ സോറി, മാർക്ക്. ബാബി, എങ്ങനെയുണ്ടായിരുന്നു എക്സ്പീരിയൻസ്? ബാബി ആദ്യമായിട്ടായിരിക്കും ഇത്ര ചെറിയൊരു കുട്ടി ഈ ട്രക്കിംഗ് നടത്തുന്നത് കേട്ടാ. ബ്രേവ് ഗേൾ. ഗിന്നസ് ബുക്ക് കൊടുക്കാം. ആ, ഞാൻ അപ്രീഷിയേറ്റ് ചെയ്യുന്നു. എന്റെ ഹസ്ബൻഡ് ഭയങ്കര നല്ലൊരു ഇതായിരുന്നു. എങ്ങനെയുണ്ടായിരുന്നു? സൂപ്പർ അല്ലേ? സൂപ്പർ അല്ലേ ഗൈസ്? ഗൈസ്, അപ്പോൾ നമ്മൾ ഒരു നൈറ്റ് സ്റ്റേ കഴിഞ്ഞിട്ട് റിസോർട്ടിൽ നിന്ന് ഇറങ്ങി. റിവർ സ്റ്റോൺ വാലി റിസോർട്ട്, ആലക്കോട്, കണ്ണൂർ. അടിപൊളിയായിരുന്നു കേട്ടോ. നല്ല ആംബിയൻസ് ആയിരുന്നു. പിന്നെ അത്യാവശ്യം ആക്ടിവിറ്റീസും കാര്യങ്ങളൊക്കെ ഉണ്ടായിരുന്നു. ട്രക്കിങ് സൂപ്പറായിരുന്നു. വെള്ളത്തിലിറങ്ങി കളിച്ചു. എല്ലാം കൊണ്ടും നല്ലൊരു വൈബ് പ്ലേസാണ്. അപ്പോൾ കണ്ണൂരുള്ള ആൾക്കാർ, ഇതുവരെ വരാത്ത ആൾക്കാർ തീർച്ചയായിട്ടും ഒരു ദിവസം ഫ്രണ്ട്സ് അല്ലെങ്കിൽ കസിൻസ് അങ്ങനെ അല്ലെങ്കിൽ ഫാമിലി ആയാലും കുഴപ്പമില്ല, എല്ലാവർക്കും കുറച്ച് ആൾക്കാർ ഒന്നിച്ച് വന്നാലായിരിക്കും കുറച്ചും കൂടി ജോളി ഉണ്ടാവും. അപ്പോൾ അങ്ങനെ കുറച്ച് ആൾക്കാർക്ക് ഒന്നിച്ച് വന്ന് ഒരു ദിവസം നല്ല രീതിയിൽ എൻജോയ് ചെയ്യാൻ പറ്റിയിട്ടുള്ള ഒരു ബെസ്റ്റ് സ്പോട്ടാണ് റിവർ സ്റ്റോൺ വാലി റിസോർട്ട്. അല്ലേ പിള്ളേരെ? ഇവിടെ പ്രത്യേകിച്ച് പറയാനുള്ളത്, ഈ ഒരു റിസോർട്ടിന്റെ ഹോസ്റ്റ് രാജേഷ് ആൻഡ് ഫാമിലിയാണ്. അപ്പോൾ അവരെ കുറിച്ച് പ്രത്യേകം എടുത്തു പറയണം. ഭയങ്കര അടിപൊളി ഒരു മനുഷ്യനാണ്, ഭയങ്കര കോപ്പറേറ്റീവ്. അപ്പോൾ നമ്മൾ 14 പേര് 2 കോട്ടേജ് ആക്ച്വലി എടുത്തത്. അതായത് ഒരു കോട്ടേജ് എന്ന് പറയുന്നത് അവിടെ ആക്ച്വലി 4 കോട്ടേജുള്ളത്. 2 ലക്ഷറി കോട്ടേജ് വിത്ത് AC, പിന്നെ 2 പ്രൈമറി നോൺ AC കോട്ടേജ്, അങ്ങനെ മൊത്തം 4 കോട്ടേജുള്ളത്. അപ്പോൾ AC കോട്ടേജ് 7500, നോൺ AC 5500, അങ്ങനെയാണ് ചാർജ് ചെയ്യുന്നത്. അപ്പോൾ നമ്മൾ 14 പ്ലസ് 2 ചെറിയ കുട്ടികൾ, അങ്ങനെ 16 ആളുണ്ടായിട്ട് നമ്മൾ 2 AC കോട്ടേജ് എടുത്തിട്ടുള്ളൂ. അപ്പോൾ സാധാരണ ഒരു റിസോർട്ടിലും അങ്ങനെ അലൗഡ് അല്ല.
നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാമായിരിക്കും. നമ്മൾ ഇത്ര മെമ്പേഴ്സ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു റൂമിൽ അത്ര മെമ്പേഴ്സിനെ അവരെ അലോ ചെയ്യുള്ളൂ, അല്ലെങ്കിൽ സെപ്പറേറ്റ് റൂം തന്നെ എടുക്കണം. പക്ഷെ അവർ നമുക്ക് അഡ്ജസ്റ്റ് ചെയ്ത് കിടക്കാൻ പറ്റുമെങ്കിൽ കുഴപ്പമില്ല എന്നുള്ള രീതിയിൽ ചെറിയൊരു എക്സ്ട്രാ ചാർജ് എടുത്തതേ ഉള്ളൂ. പക്ഷേങ്കിൽ നമുക്ക് ഇത്രയും ആൾക്കാർ 2 റൂമിലായിട്ട് നമ്മൾ അടിപൊളിയായിട്ട്, അതുകൊണ്ട് ഫണ്ണായിരുന്നു. എല്ലാവർക്കും ഒന്നിച്ചിരിക്കാനും ഇതാക്കാനെല്ലാം പറ്റി. എല്ലാം കൊണ്ട് നമ്മൾ ഭയങ്കര ഹാപ്പിയാണ്, പിന്നെ ഭയങ്കര താങ്ക്ഫുള്ളാണ് രാജേഷ് ചേട്ടനുമായിട്ട്. അപ്പോൾ എല്ലാവരും വരിക. ഇപ്പോൾ ഇവിടുന്ന് തിരിച്ചു പോകുമ്പോൾ ഏറ്റവും കൂടുതൽ സങ്കടം വാബിക്കാന്നല്ലേ? വാബി പോകണ്ട ഒരു ദിവസം കൂടി നിൽക്കാന്ന് പറഞ്ഞിട്ട് ഭയങ്കര കരച്ചിലായിരുന്നു. അവിടുന്ന് വരുന്നുണ്ടായിട്ടില്ല അല്ലേ വാബി? നമ്മൾ ഇനിയും വരും അല്ലേ? നമ്മൾ അവിടെ തന്നെ നിന്നാൽ മതി. അവിടെ ഒരു ദിവസത്തേക്കല്ലേ നമ്മൾ ബുക്ക് ചെയ്തേ? നമ്മളിനി അടുത്ത ആഴ്ച പിന്നെയും വരും അല്ലേ? ആ ഓക്കെ, ശരി. 2 മണിക്ക് വേറെ ആൾക്കാർ വന്നില്ല വാബി, അതുകൊണ്ടല്ലേ നമുക്ക് ഇറങ്ങേണ്ടി വന്നെ. നമ്മളിനി പിന്നെ ഒരു ദിവസം വരും. ഓക്കെ ഓക്കെ, ബായ് പറഞ്ഞ എല്ലാവർക്കും. ബൈ ബൈ.